യുനാനി ചികിത്സാ രീതികളെക്കുറിച്ച് സംസാരിക്കുന്നു ഇന്നത്തെ ഹെൽത്ത് ആൻഡ് കെയർ സെഗ്മെന്റിലൂടെ പ്രഗത്ഭ യുനാനി ചികിത്സകൻ ഡോക്ടർ അബ്ദുൽ വഹാബ്. ലെറ്റ്സ് വാച്ച്. വനിതാ ലോകത്തിലെ ഹെൽത്ത് ആൻഡ് കെയർ സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഡോക്ടർ, എല്ലാവർക്കും യുനാനി എന്നൊരു ടേം അറിയാവുന്നതാണ്, പക്ഷെ എന്താണ് ഈ ഒരു ചികിത്സ എന്ന് പലർക്കും അറിയില്ല. സോ എന്താണ് ഡോക്ടർ, അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? യുനാനി ചികിത്സ എന്ന് പറയുന്നത് ഗ്രീസിൽ ഒറിജിൻ ചെയ്ത ഒരു ചികിത്സാ രീതിയാണ്. ഹിപ്പോക്രാറ്റസ് ആണ് അതിൻ്റെ ഉപജ്ഞാതാവ്. ഹിപ്പോക്രാറ്റസിന്റെ ഫിലോസഫി അനുസരിച്ച് ഡെവലപ്പ് ചെയ്യപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് യുനാനി ചികിത്സ. അത് പിന്നീട് വിവിധ ഭൂഖണ്ഡങ്ങളിലൂടെ വിവിധ രാജ്യങ്ങളിലൂടെ അത് റിഫോർമേഷന് വിധേയമായി ഒരു സമ്പൂർണ്ണ ചികിത്സാ രീതിയായി മാറുകയാണ് ഉണ്ടായത്. ഈവൻ ഇന്ത്യയിൽ നിന്ന് പോലും യുനാനി ട്രീറ്റ്മെന്റിന് കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ റിഫോർമേഷന്റെ ഭാഗമാണ്. അത് ഇന്ന് അതിനുശേഷമുള്ള തലമുറ യുനാനി ചികിത്സ പഠിക്കുന്നത് ഈ ഒരു റിഫോർമേഷന് ശേഷമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നവീകരിക്കപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ശാസ്ത്രീയവുമാണ് യുനാനി ചികിത്സ. ഇന്ത്യയിൽ എത്തിയിട്ട് 1000 വർഷമായി, ഏകദേശം 2500 വർഷം പഴക്കമുള്ള ഒരു ചികിത്സാ രീതിയാണ്. അത് ഇന്ത്യയിൽ എത്തിയിട്ട് 1000 വർഷമായി. ഇന്ത്യയിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ യുനാനി ചികിത്സ വ്യാപകമായിട്ടുള്ളത്, വ്യവസ്ഥാപിതമായിട്ടുള്ളത് ഇന്ത്യയിലാണ് എന്നുള്ളത് കൂടി ഒരു പ്രത്യേകതയാണ്. ഡോക്ടർ, ഈ ഇടയായി കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണല്ലോ യുനാനി. ഏതൊക്കെ തരം ചികിത്സാ രീതികളാണ് യുനാനിയിൽ ഉള്ളത്? അതിൽ ഏറ്റവും ഫലപ്രദമായ ചികിത്സ ഏതാണ്? ഏറ്റവും ഫലപ്രദമായ ചികിത്സ എന്ന് പറയുന്നത് യുനാനി സംബന്ധിച്ചിടത്തോളം വൈറൽ എപ്പിഡമിക്സ്, പകർച്ചവ്യാധികൾ, അതുപോലെ മുട്ടുവേദന, ഈ ജോയിന്റ് പെയിൻസ്, അതുപോലെ അസ്ഥി സന്ധി രോഗങ്ങൾ, ഇങ്ങനെയുള്ള രോഗങ്ങളിലാണ് യുനാനി ചികിത്സ ഏറ്റവും ഫലപ്രദമായി കാണുന്നത്. അതുപോലെ തന്നെ ലിവർ ഡിസീസസ്, കിഡ്നി, റീനൽ ഫെയിലർ എന്നീ കണ്ടീഷൻസ് യുനാനി വളരെ ഫലപ്രദമായി കാണുന്നുണ്ട്. ഡോക്ടർ, എങ്ങനെയൊക്കെയാണ് യുനാനിയിലെ ചികിത്സാ രീതികൾ? യുനാനി ചികിത്സ എന്ന് പറയുന്നത് ആദ്യം ഒരു റെജിമിനൽ തെറാപ്പി എന്ന് പറയും. അതായത് ഒരു ചിട്ടകൾ, മരുന്നില്ലാത്ത ചില ചിട്ടകളിലൂടെ ആദ്യം അവർക്ക് ഒരു റൂട്ടീൻ, ഒരു ദിനചര്യ നിശ്ചയിച്ചു കൊടുക്കും. അതാണ് ഒന്നാമത്തെ രീതി. മറ്റൊന്ന് ഉള്ളത് ഭക്ഷണ ചികിത്സയാണ്, ഡയറ്റോ തെറാപ്പി. അതും കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് വരുന്നത്, മെഡിസിൻസ് ഉപയോഗിച്ചുള്ള ചികിത്സ. അതിനുശേഷം സർജറി വരുന്നുണ്ട്. ഇങ്ങനെ 4 ചികിത്സയാണ് ഈ എല്ലാവിധ രോഗങ്ങൾക്കും യുനാനി ഫോളോ ചെയ്യുന്ന അഡോപ്റ്റ് ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, അതായത് 4 ഡിവിഷൻസ് ഉണ്ടല്ലേ ഈ ഒരു കാറ്റഗറിയിൽ ട്രീറ്റ്മെന്റിന്. എന്താണ് ആയുർവേദയും അതുപോലെ തന്നെ യുനാനിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, വ്യത്യാസം എന്താണ്? പലരും ചോദിക്കുന്ന ഒരു സംശയമാണിത്. കാരണം യുനാനിൽ ഉപയോഗിക്കുന്നത് ഹെർബ്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ആയുർവേദം എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കാറുണ്ട്. സംബന്ധിച്ചിടത്തോളം യുനാനി എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ അത് വിവിധ ഭൂഖണ്ഡങ്ങളിലൂടെയും വികസിച്ച് വന്നൊരു വൈദ്യശാസ്ത്രമാണ്. എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ഹെർബ്സ്, എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഹെർബ്സ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള ഹെർബ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെ ചികിത്സയാണ്, ഇന്ത്യൻ ചികിത്സാ രീതിയാണ് ആയുർവേദ. ഇതൊരു ഗ്ലോബൽ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഇപ്പോൾ വിവിധ ഭാഗങ്ങളിലുള്ള ഇംഗ്ലീഷ് ലെവൻഡർ, അതുപോലെ തന്നെ ചൈനീസ് മെഡിസിൻസ്, ഓസ്ട്രേലിയൻ മെഡിസിൻസ്, അഫ്ഗാനിസ്ഥാൻ, പേർഷ്യ, ഇങ്ങനെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഹെർബ്സ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അസ്ഥി ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾക്ക് യുനാനിയിൽ ഏറ്റവും ഫലപ്രദമായ ഒരു ചികിത്സ ഏതാണ്? ഇതിൽ ഏറ്റവും ഫലപ്രദമായ യുനാനി ചെയ്യുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റോട് കൂടെ തന്നെ ഹിജാമ തെറാപ്പി എന്നുള്ള ഒരു ചികിത്സയും കൂടി അതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നു. ഡോക്ടർ, എന്താണ് ഹിജാമ തെറാപ്പി? യുനാനി ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ചികിത്സാ രീതിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടാഗ് ലൈൻ ആണ് ഹിജാമ തെറാപ്പി. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. ഹിജാമ തെറാപ്പി എന്ന് പറയുന്നത് പൗരാണിക അറേബ്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ചികിത്സാ രീതിയാണ്. കൊമ്പ് വെക്കുക എന്നാണ് മലയാളത്തിൽ ഇതിന് പറയുന്നത്. അതിപ്പോൾ വാക്വം സെക്ഷനിലൂടെ ശരീരത്തിന്റെ ചില പ്രത്യേക പോയിന്റുകൾ, ഓരോ അസുഖത്തിനും ഓരോ പോയിന്റുണ്ട്. അവിടങ്ങളിൽ ചെറിയ സർജിക്കൽ ബ്ലേഡ് കൊണ്ടുള്ള ചെറിയ മുറിവുകൾ ഉണ്ടാക്കി രക്തം വലിച്ചെടുക്കുന്ന ഒരു പ്രത്യേക മെക്കാനിക്കൽ സെക്ഷനിലൂടെ രക്തം വലിച്ചെടുക്കുന്ന ഒരു ചികിത്സയാണ്. പൗരാണിക കാലത്ത് അതിന് മൃഗങ്ങളുടെ കൊമ്പ് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് മലയാളത്തിൽ അതിന് കൊമ്പ് വെക്കൽ എന്ന് പറയുന്നത്. യുനാനിയെ കുറിച്ച് പറയുന്ന മറ്റൊരു പോസിറ്റീവ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇതാണ്: ഈ പഥ്യം ഇല്ല, അതുപോലെ പാർശ്വഫലങ്ങളുമില്ല. പഥ്യം വളരെ കുറവാണ്. സോ എന്താണ് ഈ കണ്ടേജിയസ് ഡിസീസ് അല്ലെങ്കിൽ പകർച്ചപ്പനികൾ അല്ലെങ്കിൽ അതുപോലത്തുള്ള ഡിസീസസിന് യുനാനിയിൽ എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്? ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. യുനാനി കേരളത്തിൽ വ്യവസ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണവും ഈ വൈറൽ എപ്പിഡമിക്സിനെ യുനാനി സിസ്റ്റം വഴി മാനേജ്മെന്റ് ചെയ്തതാണ് എന്നുള്ളതാണ് വസ്തുത. കാരണം ഇപ്പോൾ വൈറൽ പനികൾ എന്തുമാവട്ടെ, അത് ചിക്കുൻഗുനിയ അല്ലെങ്കിൽ H1N1 എന്തുമാവട്ടെ, ഇതിന് യുനാനി സിസ്റ്റം വഴിയുള്ള ഒരു ആൻറ്റിവൈറൽ ട്രീറ്റ്മെൻറ്റിലൂടെ അത് പരിപൂർണമായിട്ടും വിത്തിൻ 24 hours to 72 hours ഇതിനുള്ളിൽ നമുക്കത് ചികിത്സിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡോക്ടർ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിനിടയിൽ
ഇതുവരെ ചെയ്തിട്ടുള്ള ഏത് ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും അധികം എഫക്റ്റീവ് ആയിരിക്കുന്നത്, പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഒന്നാമതായിട്ട് കിട്ടിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പകർച്ചപ്പനികളാണ്. അത് ഇതുപോലെ 3 ദിവസത്തിലപ്പുറം പുതിയതാണെങ്കിൽ തുടക്കത്തിലാണ് 3 ദിവസം കൊണ്ട് ചികിത്സിക്കാം. അതുപോലെ മറ്റൊന്നാണ് ഈ റുമാറ്റിക് ഡിസീസ്, വാതരോഗങ്ങൾ എന്ന് പറയുന്ന അസ്ഥി സന്ധി രോഗങ്ങൾ, ഞരമ്പ് രോഗങ്ങൾ, ഇത് പെയിൻഫുൾ കണ്ടീഷൻസ്. അത് വളരെ വിത്തിൻ ഡേയ്സ് നമുക്ക് ട്രീറ്റ്മെന്റ് കൊണ്ട് സുഖപ്പെടുത്താൻ സാധിക്കും. ഡോക്ടർ, അപ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾക്ക് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് യുനാനിയിൽ കൊടുക്കുന്നത്? വൈറൽ പനികളെ സംബന്ധിച്ചിടത്തോളം 3 ദിവസത്തേക്കുള്ള മരുന്ന് ചികിത്സയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഈ പെയിൻഫുൾ കണ്ടീഷൻസ് നമ്മുടെ യുനാനിയിലുള്ള റിഷ്മിനൽ തെറാപ്പി എന്ന് പറയുന്നത് കപ്പിംഗ്, ഹിജാമ, അതുപോലെ തന്നെ കപ്പിംഗ്, രക്തമെടുക്കാത്ത ഹിജാമക്കാണ് കപ്പിംഗ് എന്ന് പറയുന്നത്. വാക്യൂം സെക്ഷൻ മാത്രം ചെയ്യും. ഇൻഫ്ലമേഷൻ, ഡീപ്പ് റൂട്ടിലായിട്ടുള്ള ഇൻഫ്ലമേഷനെ വലിച്ചെടുത്ത് ക്യൂർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് വരും, മസാജ് വരുന്നുണ്ട്, യുനാനി ടൈപ്പ് ഓഫ് മസാജ് ഉണ്ട്, ഇത് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള അലോങ് വിത്ത് മെഡിസിൻ, ഔഷധത്തിന്റെ കൂടെ തന്നെയുള്ള ഇത്തരം ചികിത്സയിലൂടെയാണ് ഇത് സുഖപ്പെടുത്തുന്നത്. ഡോക്ടർ, അതുപോലെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് രീതിയിലുള്ള ചികിത്സാ രീതികൾ യുനാനി ട്രീറ്റ്മെന്റിലുണ്ട്. പക്ഷേ ഇതിന്റെ ചെലവുകൾ എങ്ങനെയാണ്? ചെലവ് എന്ന് പറഞ്ഞാൽ ആപേക്ഷികമാണ്. ഇപ്പോൾ ചില രോഗികൾ വന്ന് പറയാറുണ്ട്, ഇപ്പോൾ 10-15 വർഷം വേദനക്ക് മരുന്ന് കഴിച്ച ആളുകൾ, ഞങ്ങൾ പണം മുഴുവൻ ചികിത്സക്ക് ചെലവഴിച്ചു, അപ്പോൾ എന്നിട്ട് ഒരു 2 ആഴ്ചത്തേക്ക് മെഡിസിൻ വാങ്ങിയിട്ട് പോകുമ്പോൾ അവർ പറയുന്നത് എന്താ, ഒരു എക്സ്റേയുടെ കാശ് മാത്രമേ ആയുള്ളൂ, വലിയ അനുഗ്രഹമായി എന്ന് പറയാറുണ്ട്. ഡോക്ടർ, മഞ്ഞപ്പിത്തം എന്ന അസുഖത്തിന് യുനാനി ചികിത്സയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്? മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ലിവറുമായി ബന്ധപ്പെട്ട അസുഖമാണ്. ഏറ്റവും ഫലപ്രദമായ ചികിത്സ യുനാനിൽ മഞ്ഞപ്പിത്തത്തിനുണ്ട്. കാരണം യുനാനി ചികിത്സയുടെ പ്രത്യേകത പറയുന്ന കൂട്ടത്തിൽ എടുത്തു പറയുന്നതാണ് ലിവർ ഡിസീസസ്. ലിവർ ഡിസീസസിൽ പെട്ടതാണ് മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ്, അത് പല കാറ്റഗറിയിലുണ്ട്. ഇതിന് വളരെ ഫലപ്രദമായ ചികിത്സയാണ് യുനാനി. വളരെ മാരകമായ പലപ്പോഴും മാരകമായി പോകാറുള്ള അവസ്ഥയിൽ നിന്ന് പോലും രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ യുനാനി ചികിത്സയിലൂടെ സാധിക്കുന്നുണ്ട്. സാധാരണയായിട്ട് പലർക്കും അറിയാത്ത അല്ലെങ്കിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് വിഭാഗമാണ് യുനാനി ചികിത്സ. എന്തായാലും ഈ ഒരു സെഗ്മെന്റിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചികിത്സാ രീതിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഡോക്ടർ, ഈ ഒരു ചികിത്സാ രീതിയെക്കുറിച്ച് ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു.